ഹലോ കൂട്ടുകാരെ, ശിവു സ്ട്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ രാവിലത്തെ സമയം തൊട്ടൊരു 4 മണി സമയം വരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം ചിലവഴിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. എല്ലാം ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഞങ്ങൾ ഓർത്തു, ഇന്ന് നമുക്ക് വീട്ടിൽ പറമ്പിൽ തന്നെ കുറേ ചീര ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള ചീരയുടെ ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പറിച്ചിട്ട് ഇന്ന് ഒരു തോരനാക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അമ്മയും ഞാനും ശിവവും കൂടി പറമ്പിലേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് കാണുന്നത് ഞങ്ങൾ നേരത്തെ പച്ചക്കറി നട്ട സ്ഥലമാണ്. ഇപ്പോൾ അതെല്ലാം ഉണങ്ങി. അപ്പോൾ അവിടെ കുറേ മത്തൻ്റെ ഇലയും ചീരേൻ്റെ ഇലയും മത്തൻ കുമ്പളത്തിൻ്റെ അതിൻ്റെ ഇലയൊക്കെ നല്ലപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ അത് പറിക്കുവാണ് കേട്ടോ. നല്ല ഇല നോക്കിയിട്ടെല്ലാം നല്ല ഇലയാണ്. വലിയ ഇല കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം അമ്മ അതെല്ലാം അങ്ങനെ നോക്കിയിട്ടൊക്കെ പറിച്ചെടുക്കുവാണ്, നല്ല നോക്കിയിട്ട്. അപ്പോൾ ചീരൻ്റെ ഇല മൊത്തം പുഴു തിന്ന് ഇതായി കേട്ടോ. ചീര കുറേ തിന്ന് കളഞ്ഞു. പുഴുവിൻ്റെ നല്ല ഇല ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇല മോശമായി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അമ്മയും ശിവതയും കൂടി പറിച്ചെടുക്കലാണ് കേട്ടോ. അപ്പം അമ്മ പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശിവതക്കും പറിക്കണമെന്ന് പറഞ്ഞാൽ അവൾ പറിക്കുന്നത്, പക്ഷെ അവൾ പറിക്കുന്നത് പുഴുവിൻ്റെ ഇല ആയതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല കേട്ടോ. നമ്മൾ കളഞ്ഞു. കാരണം ഇലയെല്ലാം പോയി, ചീരൻ്റെ ഇലയെല്ലാം പോയിട്ട് അരിച്ചരിച്ച് പച്ചപ്പുഴു അരിച്ചരിച്ച് ഇലയെല്ലാം തിന്ന് വെച്ചിരിക്കുകയാണ്. നമ്മളത് വിത്തിന് വേണ്ടി വെച്ചതാണ് ആ ചീരയൊക്കെ. അപ്പോൾ നമുക്ക് ഫൈനലി ഇത്രയും കിട്ടി കേട്ടോ. ഇതിൽ മത്തൻ്റെ ഇലയുണ്ട്, പിന്നെ ചീരേൻ്റെ ഇലയും തന്നെയാണ് കേട്ടോ. പച്ച ചീരേൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം എടുത്ത്, പിന്നെ ഇത് കുറച്ച് കൂടുതൽ കിട്ടി, നമ്മൾ കൂടുതൽ പറിച്ചെടുത്തതാണ്. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ പറിച്ചെടുത്തത്. ഇത് കണ്ട്, ഇതൊക്കെ മത്തൻ്റെ ഇലയാണ് കേട്ടോ. ഈ കാണുന്ന വലിയ ഇലയെല്ലാം, പക്ഷെ അതെല്ലാം നല്ല ഇലയാണ് കേട്ടോ. തോരൻ വെച്ച് നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ തോരൻ വെച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ ഞാനും ശിവവും കൂടി അമ്മ അത് ഞങ്ങളുടെ കയ്യിൽ പറിച്ച് തന്നു കേട്ടോ. എന്നിട്ട് അമ്മ നേരെ പശുവിൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ ഞങ്ങളത് വീട്ടിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 പശുവിനെ നമ്മളിവിടെ കെട്ടുന്നുണ്ട്. കാരണം ഇപ്പം പിന്നെ മൊത്തം 4 പശുവുണ്ട്. 2 പശുവും 2 കിടാങ്ങളുമാണ് കേട്ടോ. അപ്പോൾ അതിന് പിന്നെ നമ്മൾ 2 എണ്ണത്തിന് നമ്മളിവിടെ കെട്ടും കേട്ടോ. അപ്പോൾ അമ്മ അതിൻ്റെ അവിടെ അതിന് പുല്ലൊക്കെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ അമ്മ പുല്ലിട്ട് കൊടുക്കുന്നുണ്ട്. ശിവു ആ വഴിക്ക് പോയി. പിന്നെ അവൾ അവിടെ നിന്നില്ല, അവൾ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അനന്തശയനം വീടിൻ്റെ മുറ്റത്ത് നിറച്ച് പൂവിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തതാണ്. ഇത് എന്തായാലും ഇന്നോ നാളെയോ വിരിയാനുള്ള പൂവാണ് കേട്ടോ. നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിലുണ്ടാകുമ്പോൾ അങ്ങനെയാണ്, ഒരേ സമയം തന്നെ ഒരു 10-12 പൂവിലധികം ഉണ്ടാവും, മുട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഒരേ സമയം തന്നെ രാത്രിക്ക് വിരിഞ്ഞ് നിൽക്കുന്നത്, രാത്രിക്കേ വിരിയുള്ളേ. വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോൾ വിരിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പൂ രാത്രി ആകുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇന്ന് വിരിയും അല്ലെങ്കിൽ നാളെ വിരിയും. അപ്പോഴാണ് നമ്മുടെ പിന്നെ റിലേറ്റീവായിട്ടുള്ള ഹരിമാഷ് വന്നത്. അപ്പോൾ ഹരിമാഷിന് കുറച്ച് പിന്നെ മുരിങ്ങയ്ക്ക വേണമെന്ന് അങ്ങനെ പുള്ളിക്കാരനത് പറിച്ചെടുക്കലാണ്. അതിൻ്റെ കൂടെ അത് മുരിങ്ങയുടെ തണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് സമയം ഞാനും അമ്മയും കൂടി ഞങ്ങൾക്കും വേണ്ടതെല്ലാം മുരിങ്ങയ്ക്കയെല്ലാം അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പറിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ വന്നു, ആ ഇലയൊക്കെ വൃത്തിയാക്കി, നല്ലപോലെ ഇല കഴുകി വൃത്തിയാക്കി അമ്മ അത് തോരനാക്കാൻ നോക്കലാണ്. അപ്പോൾ അതിനമ്മ ആദ്യം എണ്ണയും കടുകും എല്ലാം പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ഇങ്ങോട്ടെന്ന് വെച്ചാൽ അരി ഇടും കേട്ടോ. ആക്കുമ്പോൾ അരി ഇട്ടു. പിന്നെ അതിൻ്റെ ഉള്ളിയെല്ലാം ഇട്ടിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ. അമ്മ ഓൾറെഡി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, തോരനാക്കാൻ വേണ്ടിയിട്ട്. നല്ല കുനുകുന അമ്മ വേഗം അരിയുകയും ചെയ്യും. കുനുകുന അരിഞ്ഞ് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് പച്ചമുളകെല്ലാം പെറുക്കിയിട്ടിട്ട് അമ്മ വറവാക്കാൻ ഇട്ടിട്ടാണ്. അപ്പം നമ്മൾ ഇട്ട് ചട്ടി മാറിപ്പോയി, ചെറിയ ചട്ടിയായിരുന്നു. അപ്പോൾ അതിൽ കൊള്ളൂല. അങ്ങോട്ട് നമ്മൾ ചട്ടി എക്സ്ചേഞ്ച് ചെയ്ത് ഉരുളിയിലേക്ക് മാറ്റി കേട്ടോ. ഉരുളിയിലേക്ക് മാറ്റി. ഇപ്പം നല്ല സ്പേസ് ഉണ്ട് അത് വറവാക്കാനായിട്ട്. ഇത്രയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചല്ല കേട്ടോ. പരിഞ്ഞു വന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നത്.
അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം അപ്പുറത്തെ ഇതിലേക്ക് മാറ്റി. നമ്മൾ വിറകടുപ്പിലാണ് ഇത് കൂടുതലും ആക്കുന്നത്. വിറകടുപ്പിലാണ് ഇതാക്കുന്നത്. കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ ഇത്. അപ്പം നമ്മളിങ്ങനെ എല്ലാം അതൊക്കെ പതുക്കെ ആവി കയറ്റി ചെറിയ തീയിലാണിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. 2-3 ചെറിയ കമ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ തീ കത്തിച്ച്, വലിയ തീ നമ്മൾ കൊടുക്കൂലേ, കാരണം അടി വേഗം കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് ഈ ഉരുളിയിൽ ആക്കുന്നത് കൊണ്ട് വേഗം അടി കരിയും കേട്ടോ. അടി കരിഞ്ഞാൽ പിന്നെ തോരന് ഭയങ്കര മണമായിരിക്കുമല്ലോ, പുകമണം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ചെറിയ തീയിൽ അങ്ങനെ വേവിച്ച് എടുക്കലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതിൽ കനൽ നല്ലപോലെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ അധികം വിറകൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതലും ചോറും കറികളും എല്ലാം അടുപ്പിൽ തന്നെയാണ് ആക്കുന്നത് കേട്ടോ. ഗ്യാസ് അത്രയും ഉപയോഗിക്കാറില്ല. ഗ്യാസ് ഉപയോഗിക്കും, എന്നാലും നമുക്ക് എല്ലാവർക്കും അടുപ്പിലാക്കി എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതിനൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. നമ്മൾ വിറകടുപ്പിലാക്കിയിട്ട് ഭക്ഷണം എന്തുണ്ടാക്കിയാലും ഗ്യാസ് വെക്കുന്നതിനേക്കാളും എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയി, പിന്നെ കറിയെല്ലാം ആയി. പിന്നെ ഇനി തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറിച്ചിട്ട് വന്നിട്ട് ആക്കൽ കേട്ടോ. ഇപ്പോൾ അമ്മ തേങ്ങയൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇളക്കലാണ്. നമ്മളിങ്ങനെയാണ് കേട്ടോ പിന്നെ ഇലയൊക്കെ തോരൻ വെക്കുന്നത്. ഈ ഇലയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണമുള്ള ഇല. പച്ച ഇലകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഗുണവും ഉണ്ട് കേട്ടോ. ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാം അയൺ റിച്ച് ആയിട്ടുള്ളതാണ് ഈ പച്ചിലകൾ. നമ്മുടെ ഡെയിലിയുള്ള ഭക്ഷണത്തിൽ ഈ പച്ചിലകൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ HB ഒക്കെ കുറയുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഈ അനീമിയ, വിളർച്ച പോലെയുള്ള അസുഖങ്ങളൊക്കെ ഒരുപാട് നമുക്ക് മരുന്നുകളൊന്നും ഇല്ലാണ്ട് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുവേ. അങ്ങനെ അമ്മ എൻ്റെ കയ്യിൽ തരലാണ്, അത് വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും അത്ര വെന്തിട്ടില്ല, കുറച്ചും കൂടി വേകാനുണ്ട്, ഒരു പച്ച ചുവയുണ്ട്. അപ്പോൾ അമ്മ പറയണത് മത്തൻ്റെ ഇല അങ്ങനെ ഇട്ടാൽ അതിനൊരു പച്ച ചുവ ഉണ്ടാവും എന്ന് അമ്മ പറഞ്ഞത് കേട്ടോ. അമ്മയ്ക്കൊക്കെ അതൊക്കെ അറിയാം. അങ്ങനെ കുറച്ച് നേരം അതങ്ങനെ അമർത്തി വെച്ചിട്ട് ആ ആവിയിൽ വേവിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ നോക്കലാണേ. പിന്നെ കൂടുതലും ഇങ്ങനത്തെ പച്ചിലകളൊക്കെ വേവിക്കുമ്പോൾ തുറന്ന് വെച്ച് വേവിക്കുന്നതാണ് നല്ലത് കേട്ടോ. മൂടി വെച്ച് വേവിച്ചാൽ അതിൻ്റെ കളറ് പോവേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അമ്മ കറിയൊക്കെ എടുത്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ചീരയുടെ തോരൻ ആയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ചീരത്തോരൻ്റെ. അപ്പം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ഞാൻ ശിവും കൂടി വെറുതെ പിന്നെയും പറമ്പിലേക്ക് ഇറങ്ങി. അപ്പം നല്ല ഇളം പുല്ല് നിൽക്കുന്ന കണ്ടു കേട്ടോ. അപ്പോൾ ശിവു അത് പറിച്ചെടുക്കുവാണ്, ഞാനും കുറച്ച് പറിച്ചെടുത്തുവേ. അങ്ങോട്ട് പോകാൻ കാര്യം വേറൊന്നുമല്ല, അവിടെ ഒരു കുഞ്ഞ് പ്ലാവ് നിൽപ്പുണ്ട്. വെച്ചിട്ട് 1 വർഷമൊക്കെ ആയിട്ടുള്ളേ, 1.5 വർഷമേ ആയിട്ടുള്ളേ. പക്ഷെ അതിലൊരു പിന്നെ നല്ല അയിലമ്പഴി പോകുമ്പോൾ നല്ല മണം കേട്ടോ, പഴുത്ത ചക്കയുടെ മണം. അപ്പോൾ നമ്മൾ അയിലമ്പഴി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കുമാണ് ഇത് ശ്രദ്ധയപ്പെട്ടത്. അവിടെ ഓൾറെഡി ചക്ക ഉണ്ടെന്നറിയായിരുന്നു, പക്ഷെ ഞങ്ങൾ മറന്നിരിക്കുമായിരുന്നേ. അപ്പം അവളത് പറിക്കാനായിട്ട് നോക്കലാണ് കേട്ടോ. പക്ഷെ അവൾക്ക് പറ്റുന്നില്ല കേട്ടോ അത് പറിക്കാനായിട്ട്. അവസാനം ഞാൻ പറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ അത് ചക്ക പറിക്കലാണേ. അത് നല്ല പഴുത്തിട്ട് ഇരിക്കുന്നത് കൊണ്ട് വേഗം എനിക്ക് പറിച്ചെടുക്കാൻ സാധിച്ചു കേട്ടോ. അത് തിരിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ആ ചക്ക വേഗം പറിച്ചെടുത്തു കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ഈ ചക്കയ്ക്ക്, നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ചക്കയാണ്, പക്ഷെ 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഒരു പ്രത്യേക രസമുണ്ട് അതിന്. സാധാ ചക്ക പോലെയല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ മുള്ളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് അത് പറിച്ചിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ഏട്ടനിങ്ങനെ വൈകുന്നേരത്തേക്കുള്ള ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള തത്രപ്പാടിലാണ്. വൈകുന്നേരം അമ്മ പറഞ്ഞ് ചക്കയാക്കാന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമുള്ള പ്ലാവിൽ ചക്കയുണ്ട് കേട്ടോ. അത് പറിക്കാനായിട്ട് കുറച്ച് പാടായിരുന്നെങ്കിലും കിട്ടി കേട്ടോ. എന്നാലും അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.